ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കിച്ചണിൽ യൂസ് ചെയ്ത് വരുന്ന കുറച്ച് ഓർഗനൈസേഴ്സാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അപ്പോൾ ഈ ഓർഗനൈസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചണ് മുതൽ തന്നെ ക്രോക്കറി ഷെൽഫും നീറ്റായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സ്ട്രാ സ്പേസ് കൂടിയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതെ, ആദ്യത്തെ പ്രോഡക്റ്റ് ഈ ഒരു 2 ടയർ സ്റ്റാൻഡാണ്. ഇത് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയിലും നല്ല ഭംഗിയിലുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. മിക്ക വീഡിയോസിലും ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഈ സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ കുറേ പേര് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നൊക്കെ. അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹെവി ആയിട്ടുള്ള സെറാമിക് ജാറുകളോ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് വെയിറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇത് അസംബിൾ ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാനിതുപോലെ വീഴുന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇതെല്ലാം പാർട്സ് ആയിട്ടാണ് വന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാസ്ക്കറ്റ് മാത്രമായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നല്ല ഹെവി ആയിട്ടുള്ള ജാർ, അതായത് ഞാൻ ഉപ്പിൻ്റെ ഭരണി, അതുപോലെ തന്നെ പുളി ഇട്ട് വെച്ച ഭരണി, അതൊന്നും ഞാനിതിൽ വെക്കാറില്ല. കാരണം അത്രയ്ക്ക് വെയിറ്റ് ഇതെടുക്കില്ല കേട്ടോ. കുറച്ച് വെയിറ്റ് കുറവുള്ള സാധനങ്ങളാണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തത് വരുന്നത് ഈ ഒരു വുഡൻ ട്രേ ആണ്. ഇത് പൈൻ വുഡിൽ വന്നിട്ടുള്ള ട്രേ സെറ്റാണ് കേട്ടോ. ഞാനിത് 4 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓരോന്നും വേറെ വേറെ സ്ഥലങ്ങളിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ സ്ഥിരമായിട്ട് ഓയിൽ ബോട്ടിൽസ് വെക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വീതി കുറവായതുകൊണ്ട് തന്നെ ഓയിൽ ബോട്ടിൽസിന് പറ്റിയ ഒരു സൈസാണുള്ളത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിച്ച അപ്പം മുതൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. 3 വർഷത്തിന് മേലായി തോന്നുന്നു ഞാനിത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഓയിൽ ബോട്ടിൽസ് ആയതുകൊണ്ട് എന്തായാലും കുറച്ച് ഓയിലൊക്കെ ഇങ്ങനെ സ്പില്ലായിട്ട് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ട്രേ മാത്രം നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് ഈ ഒരു വുഡൻ സ്റ്റാൻഡാണ് കേട്ടോ. ഇതും ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ലിങ്ക് തരുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. കാരണം ഇതിൽ നമുക്ക് അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. നല്ല സ്റ്റഡിയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം വെയിറ്റുള്ള ഇതുപോലത്തെ സെറാമിക് ജാറുകളൊക്കെ ഇതിലാണ് വെച്ചിട്ടുള്ളത്. ഉപ്പ്, പുളി, വെളിച്ചെണ്ണ ഇതൊക്കെ ഞാൻ ഈ ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതെന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു കോർണറിലോട്ടാണ് ഞാൻ എപ്പോഴും വെക്കാറ്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് സ്പേസ് കിട്ടും. അപ്പോൾ ഈ 3 എണ്ണമാണ് ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി സ്പേസ് കിട്ടാനായിട്ട് ഞാൻ ഓയിൽ ട്രേ ഇതുപോലെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ എനിക്ക് കുറച്ചധികം സ്ഥലം കിട്ടും ഇവിടെ. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അടുത്തത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് പ്ലേറ്റ് സ്റ്റാൻഡാണ്. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ കുറേ ടൈപ്പ് നമ്മുടെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പൊട്ടുന്ന പ്ലേറ്റ്സ് എല്ലാം ഞാൻ ഇതിലാണ് വെക്കാറ് കേട്ടോ. നമുക്ക് ഒരുപാട് പ്ലേറ്റ്സ് ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും വീതിയുള്ള പ്ലേറ്റ്സ് വരെ വെക്കാൻ പറ്റുന്നുണ്ട്. അടുത്തത് ഞാനിത് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്രേ ആണ്. അപ്പോൾ ഇതും ഓയിൽ ബോട്ടിൽസൊക്കെ വെക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. വീതി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബോട്ടിൽസൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇതാകെ 69 റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ക്രോക്കറി ഷെൽഫിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് ക്യാബിനറ്റിൻ്റെ താഴത്തായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഉള്ളത്. ക്യാബിനറ്റിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്പേസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ക്രോക്കറി ഷെൽഫിനകത്താണ്. ഹൈറ്റ് കുറവുള്ള, അതായത് സാലഡ് ബൗൾസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അറേഞ്ച് ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് മസാല ബോക്സൊക്കെ വെക്കാനായിട്ട് ക്യാബിനറ്റിൻ്റെ പുറത്തും വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിലെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്യാബിനറ്റിൻ്റെ അടിയിലായിട്ടാണ് ഞാനിതെപ്പോഴും വെക്കാറ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു കമ്പാർട്ട്മെൻറ്റ് കിട്ടിയതുപോലെയാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിൽ വെക്കാനായിട്ട് പറ്റും. ഞാൻ സാധാരണയായിട്ട് ഇത്രയും ബൗൾസ് ഇതിനകത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു സാധനം ഇല്ലെങ്കിൽ എനിക്കിത് വെക്കാനുള്ള സ്ഥലം ഇല്ല കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ ആ വലിയ ബൗൾസൊക്കെ ഞാൻ ബാക്കിലോട്ട് വെച്ചു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ബൗൾസ് ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്തത് കാണിക്കുന്നത് ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഷെൽഫ് ഇൻസേർട്ടാണ് കേട്ടോ. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ സാധനങ്ങൾ വെക്കാനായിട്ടും ഉപയോഗിക്കാം. നല്ല വീതിയിലാണ് വരുന്നത്. അല്ലാതെ ക്രോക്കറി ഷെൽഫിനകത്ത് നമുക്ക് പ്ലേറ്റ്സും ബൗൾസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ താഴെ മുകളിലും വെക്കാൻ പറ്റുന്നത് കൊണ്ട് ഒരുപാട് ബൗൾസും പ്ലേറ്റ്സും ഞാൻ ഇതിനകത്ത് വെക്കാറുണ്ട് കേട്ടോ. ഇത്രയും അധികം പ്ലേറ്റ്സും ബൗൾസും ഞാൻ ഈ ഒരു ഷെൽഫ് ഇൻസേർട്ടിലാണ് വെക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഇല്ലെങ്കിൽ ഇതൊന്നും വെക്കാനുള്ള സ്പേസ് എനിക്ക് കിട്ടില്ല. അത്രയ്ക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഐക്കിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഫ്ലിപ്കാർട്ടിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്, ആമസോണിലും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടിൻ്റെയും കിട്ടിയ ലിങ്ക്സ് കൊടുക്കാം. ഇതുപോലെ താഴത്ത് ഒരുപാട് പ്ലേറ്റ്സും പ്ലാറ്റേഴ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലും നമുക്ക് കുറേ പ്ലേറ്റ്സും അതുപോലെ തന്നെ സൈഡിലായിട്ട് ബൗൾസും വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വീതി കുറവുള്ള ഷെൽഫ് ഇൻസേർട്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിൻലി ഇങ്ങനെ ഗ്ലാസും മഗ്ഗുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കുന്നില്ല, കാരണം തിരിച്ച് വെക്കാൻ വലിയ മടിയാണ്, അതുകൊണ്ടാണ്. അടുത്തത് ഇതുപോലെ മഗ്ഗൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് സോസറും മഗ്ഗും വെക്കാനായിട്ട് പറ്റും. അല്ലാതെ ഇതുപോലെ കെറ്റിലും മഗ്ഗും വെക്കാനായിട്ടും പറ്റും കേട്ടോ. ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് സ്പേസിൽ ഇത്രയും സാധനങ്ങളും വെക്കാൻ പറ്റും, കാണാനും അടിപൊളിയാണ്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായാലും ക്രോക്കറി ഷെൽഫിനകത്താണെങ്കിലും ഇത് അടിപൊളിയായിട്ട് നമുക്ക് നീറ്റായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് ഈ ഒരു കോർണർ സ്റ്റാൻഡാണ്. ഇതിൻ്റെ സ്റ്റീലിൽ വരുന്നതുണ്ട്, പിന്നെ 3 ടയർ വരുന്നതുണ്ട്. അപ്പോൾ ഇത് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് പ്ലേറ്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ഒരു സൈസിലാണിത് വരുന്നത്. അപ്പോൾ താഴെയും മുകളിലായിട്ട് നമുക്ക് പ്ലേറ്റ്സും ബൗൾസും ഒക്കെ ഇതുപോലെ വെക്കാനായിട്ട് പറ്റും. ഞാനിതിൻ്റെ മേലൊരു താജ്മഹൽ തന്നെ പണിതിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഈ ഒരു മഗ് ഓർഗനൈസറാണ് കേട്ടോ. ഇതും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഇത് എടുക്കണമെങ്കിൽ ഓരോ മഗ്ഗായിട്ട് ഞാനിപ്പോൾ പുറത്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വെച്ച് തന്നെ കാണിക്കാം. 12 മഗ് അറ്റ് എ ടൈം നമുക്കിതുപോലെ ഹാങ് ചെയ്യാൻ പറ്റും. കുറച്ച് സ്പേസിനകത്ത് ഒരുപാട് സാധനങ്ങൾ വെക്കാം. നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ ചീപ്പായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 100 and something ആണ് അതിന് പ്രൈസ് വന്നിട്ടുള്ളൂ. അടുത്തത് ഈ ഒരു ഓർഗനൈസറാണ്. ഇത് കുറച്ച് വീതി കുറവായിട്ടുള്ള 2 ടയറിൽ വന്നിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അപ്പോൾ മുന്നേ ഞാനിതിൽ ഓയിൽ ബോട്ടിൽസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയമീറ്റർ കുറവുള്ള കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസൊക്കെ ഇതുപോലെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ആ പുതിയ സ്റ്റാൻഡ് വന്നപ്പോൾ ഞാനിത് മെല്ലെ തട്ടിയതാണ്. അടുത്തത് ഈ ഒരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. ഇത് ഞാൻ വെസ്റ്റ് സൈഡ് ഹോം എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ളൊരു കട്ട്ലറി ഹോൾഡറാണ്. ടാറ്റാ ക്ലിക്കിൽ ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. 399 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു 2 ടയർ റാക്കാണ്. ഇത് ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് എപ്പോഴും എടുക്കേണ്ട നട്ട്സും കുറച്ച് ബിസ്ക്കറ്റ്സും അതൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ്. അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.